എന്തായി? എവിടെയാണ് മിസ്റ്റർ നമ്പ്യാർ? ഒരിടത്തുമില്ല സർ. ഓഫീസിലും വീട്ടിലും ഒക്കെ നേരിട്ട് അന്വേഷിച്ചു. ആർക്കും ഒരു വിവരമില്ല. കോഴിക്കോടുള്ള അയാളുടെ മകളുടെ വീട്ടിൽ അവിടുത്തെ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു. അവിടെ ഒന്നും വേല ചെന്നിട്ടില്ല സാർ. അയാളുടെ അടുത്ത റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ട് ഇവിടെ? അയ്യോ, സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. CKC നമ്പ്യാരുടെ അനന്തരവള SP മീന നമ്പ്യാർ. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല? നോ മോർ എക്സ്പ്ലനേഷൻസ്. എന്താ നോക്കി നിൽക്കുന്നത്? കം ഓൺ, ക്വിക്ക്. We are in search of Mr. Nambiar, CKC Nambiar, your uncle. അതിന് അദ്ദേഹം ഇവിടെയല്ലല്ലോ താമസിക്കുന്നത്. അതെനിക്കറിയാം. പക്ഷേ അദ്ദേഹം ഇപ്പൊ ഇവിടെ ഉണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. ഇവിടെ എന്റെ സെർവൻസും ഞാനും മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. അതെനിക്കൂടെ ബോധ്യമാണല്ലോ. Come on, search. No, ഈ വീട്ടിൽ ഒരു സെർച്ച് നടക്കില്ല. How dare you order it? I won't let you do it. ആവശ്യം വന്നാൽ DGPയുടെ വീടായാലും സെർച്ച് നടക്കും. Don't try to prevent us. ഇത് സ്പെഷ്യൽ ജഡ്ജ് ഇഷ്യൂ ചെയ്ത സെർച്ച് വാറന്റ് ആണ്. യു വാണ്ട് ടു ഡിസ്റെസ്പെക്ട് ഇറ്റ്? പറയൂ, ഇതിനെ മാനിക്കുന്നോ ഇല്ലയോ? Sorry for the inconvenience. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? ഒരു നമ്പ്യാരെയും തേടിയല്ല നിങ്ങൾ വന്നത്. എന്നെ അപമാനിക്കണം, വൈരാഗ്യം തീർക്കണം. അതെ, അതിനാ നിങ്ങൾ വന്നത്. ഇഷ്ടമുള്ളത് എന്തും ധരിക്കാം. ഐ ഡോണ്ട് കെയർ. എന്ത് കാരണത്തിനാണെന്ന് പോലും അറിയാതെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരു കുടുംബം മുഴുവൻ ജയിലിൽ കിടക്കുന്നുണ്ട്. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ലക്ഷത്തിലൊന്നുപോലും വരില്ല ഇതൊന്നും. ഈ സെർച്ചിന് നിങ്ങൾ തന്നെയാണ് കാരണം. ഞാനോ? അതെ, തുടക്കം മുതൽക്കുള്ള നിങ്ങളുടെ പെരുമാറ്റം, നിഷേധം, അഹങ്കാരം, ഇതൊക്കെ ആരിൽ സംശയം ഉണ്ടാക്കും. പ്രത്യേകിച്ചും അന്വേഷിക്കപ്പെടുന്നയാൾ നിങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് കൂടി അറിയുമ്പോൾ. CKC നമ്പ്യാർ, ഇവിടെ എന്താ കാര്യം? എക്സ്ക്യൂസ് മീ സർ. ഇതാ, നിങ്ങൾ രാവും പകലും ഭൂമി മലയാളമാകെ തേടി നടന്ന പിടികിട്ടാ പുള്ളി മിസ്റ്റർ CKC നമ്പ്യാർ. സ്വന്തം അമ്മാവനെ പിടിച്ചു കൊടുത്തു എന്നുള്ള സൽപ്പേരിന് വേണ്ടിയല്ല ഞാൻ ഈ കർമ്മം ചെയ്തത്. ഡോണ്ട് തിങ്ക് ഐ ആം സോ ജനറസ്. അന്ന് നിങ്ങൾ എന്നെ സംശയിച്ച് അപമാനിച്ചു. അതിനുള്ള കോമ്പൻസേഷൻ ആയിട്ട് കരുതിയാൽ മതി. എ നോബിൾ റിവെഞ്ച്. തുല്യതയൊന്നും വേണ്ട സർ. ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ള കൺസിഡറേഷൻ മാത്രം മതി. എന്നുവെച്ച് വി ഡോണ്ട് എക്സ്പെക്ട് യുവർ സിമ്പതി, ബട്ട് ഓൺലി അണ്ടർസ്റ്റാൻഡിങ്. വരട്ടെ. ജസ്റ്റ് എ മിനിറ്റ് മാഡം. നമ്മളിപ്പോ ഒരു കർമ്മം ചെയ്തുവല്ലോ, നല്ലത് തന്നെ. പക്ഷേ അതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. സ്വന്തം അമ്മാവനെ അറസ്റ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ വികാര പ്രകടനമോ വീർമുട്ടലോ ഒന്നും വേണ്ട. മിനിമം വാചക കസർത്തെങ്കിലും ഒഴിവാക്കാമായിരുന്നു. പിടികിട്ടാ പുള്ളി, കോമ്പൻസേഷൻ, നോബൽ റിവെഞ്ച്, കഷ്ടം. എന്തൊക്കെയോ ചെയ്തു കൂട്ടണമെന്നുള്ള ആവേശമുണ്ട്, അതിൽ ആത്മാർത്ഥതയുണ്ട്. പക്ഷേ വേണ്ടത്ര പക്വതയോ പാകതയോ ഇല്ല. ഒരല്പം കൂടെ മെച്യൂരിറ്റി ആവും. തിരുത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ സ്വയം ഝാൻസി റാണിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് റോൾസ് ഉണ്ട് ഇവിടെ. അതിൽ ഒരെണ്ണം കൂടെ കൂടും, അത്രേ ഉള്ളൂ. എനിവേ, നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ചെയ്ത സൽപ്രവൃത്തിക്ക് നന്ദി പറയേണ്ട കടമ എനിക്കുണ്ട്. താങ്ക്സ് ഫോർ വാട്ട് യു ഡൺ. നൗ യു മേ പ്ലീസ് ടേക്ക് യുവർ ലീവ് മാം. Come on, Mr. Nambiar. We have some business. Come. നിങ്ങൾ ആ പണം വാങ്ങിയെന്ന് 99% ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ബാക്കി 1% കടിച്ചു തൂങ്ങി എത്ര നേരം നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും? വാങ്ങിയില്ല, അവരെ അറിയില്ല എന്നൊന്നും പറഞ്ഞാൽ അത് സത്യമല്ല എന്ന് നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അറിയാം. Come on, tell the truth. പണം മുടക്കാൻ ഞങ്ങൾ തയ്യാറാണെങ്കിൽ
മാധവനെ പുല്ലുപോലെ തോപ്പിച്ചു തരാമെന്ന് MLA ആയ തോമസ് പൂഴിമറ്റം ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ കാശ് മുടക്കിയാലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യം വന്നപ്പോ ആളെ തന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? അയ്യോ, സാർ എന്താ ഈ പറയുന്നത്? അത്തരം ക്രൂരതയൊന്നും ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല. എന്നെ ഏൽപ്പിച്ച കാശ് തോമസിനെ ഏൽപ്പിച്ചു എന്നല്ലാതെ ഞാൻ... ഭരണകക്ഷിയിൽപ്പെട്ട MLA ആയ തോമസ് പൂഴിമറ്റം മാധവ് സാറിനെ എന്തിനു തോൽപ്പിക്കണം? അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ സാർ. ഈ മന്ത്രിസഭയുടെ തുടക്കത്തിൽ പൂഴിമറ്റം തോമസും ഒരു മന്ത്രിയായിരുന്നു. തുടർന്നുണ്ടായ ആരോപണങ്ങളുടെ സമ്മർദ്ദത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. മാധവൻ തന്നെയാണ് അദ്ദേഹത്തെ അതിന് നിർബന്ധിച്ചത്. പക്ഷേ എൻക്വയറിയിൽ ആരോപണവും തെളിയിക്കപ്പെട്ടില്ല. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് മാധവൻ ഒരു ക്ഷമാപണ കത്ത് തോമസിന് അയക്കുകയും ചെയ്തു. എൻക്വയറി റിപ്പോർട്ടിന്റെ കോപ്പിയാണ്. എനിക്ക് ഈ തോമസിനെ നേരിട്ടറിയാം. അവർ പറയുന്നതിലുള്ള കാര്യത്തിന് അയാൾ കൂട്ടുനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പൈസ തോമസിനെ ഏൽപ്പിച്ചു എന്ന് നമ്പ്യാർ തറപ്പിച്ച് പറയുമ്പോ സോറി, ഐ ഡിഫർ ടു എഗ്രി. വർഷങ്ങളായി ഒരു അവകാശം പോലെ അഴിമതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റോക്സ്, അവർ പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഹരിപ്രസാദിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഐ എം കൺഫ്യൂസ്ഡ്. പ്രസാദ് സാർ ചിലപ്പോ കിട്ടിയ ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് പറഞ്ഞതായിരിക്കും. ഈ തോമസിനൊന്ന് നേരിട്ട് കണ്ടാലോ? കാണാം. തോമസ് സ്ഥലത്തുണ്ടോ എന്ന് അന്വേഷിക്കുക. വെർ ഈസ് പ്രസാദ് ആൻഡ് നിർമ്മല? അവരാ കില്ലർ താമസിച്ച വാടി വെട്ടി പോയിരിക്കുകയാണ്. ആ വീട് ഒന്നുകൂടി വിശദമായി ചെക്ക് ചെയ്യണമെന്ന് സാർ പറഞ്ഞിരുന്നല്ലോ. നമ്പ്യാരുടെ 25 ലക്ഷം രൂപ ഞാൻ വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അസത്യമാണ്. ആ തുക ഞാൻ വാങ്ങിയതാണ്. എന്തിനു വാങ്ങി? മാധവനെ തോൽപ്പിക്കാൻ വാങ്ങിയെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷെ സത്യം അതല്ല. പറയത്തക്ക ആൾബലമോ ബേസോ ഇല്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ഒരാൾ ദാനം ചെയ്ത 7 സെന്റ് ഭൂമി അവിടെ കിടന്ന് തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിലൊരു പാർട്ടി ഓഫീസ് പണിയാൻ പണത്തിന് പരക്കം പായണ നേരത്താണ് നമ്പ്യാർ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് വരുന്നത്. കർത്താവ് തമ്പുരാൻ വിചാരിച്ചാലും മാധവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ആ സത്യം എനിക്കറിയാം. പക്ഷെ അവരോട് ഞാനത് പറഞ്ഞില്ലെന്ന് മാത്രം. 2 കൈ നീട്ടി ഞാൻ ആ പണം വാങ്ങി. അത് സത്യം തന്നെയാണ്. നിങ്ങളെ കൊണ്ട് മാധവനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നമ്പ്യാർ വിശ്വസിക്കാൻ കാരണം? ആരോപണങ്ങളെ തുടർന്ന് എന്നെ രാജിവെക്കാൻ നിർബന്ധിച്ചത് മാധവനാണ്. ആരോപണ വിമുക്തനായിട്ടും എന്നെ മാധവൻ തിരിച്ചെടുത്തില്ല. അതിലെനിക്ക് അങ്ങേരോട് വൈരാഗ്യമുണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും. അതൊരു തോന്നലല്ല, യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടായിരുന്നെങ്കിൽ എന്ന്. എന്തിനാ സാറേ? ബൈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ എന്നെ തിരിച്ച് മന്ത്രിയാക്കാമെന്ന് ഈ മാധവൻ തന്നെ എഴുതി തന്ന കത്ത് എന്റെ കൈവശമുണ്ട്. ഞാൻ കാണിച്ചുതരാം. കിട്ടിയ പണം പാർട്ടി ഓഫീസിന് ചെലവാക്കി ബാക്കി വല്ല അനാഥാലയത്തിന് കൊടുക്കാന്നല്ലാതെ ഒരൊറ്റ പൈസ ഈ തോമാച്ചൻ കൈകൊണ്ട് തൊടില്ല. കാരണവന്മാരായിട്ടുണ്ടാക്കിയ തീപ്പെട്ടി കമ്പനി ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. അതിലെ വരുമാനം മാത്രം മതി എനിക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാൻ. പൂഴിമറ്റം തോമാച്ചൻ ഇന്നേ വരെ സത്യത്തിന് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യയില്ല. അത് ശരിയാ. നമ്പ്യാരെ പറ്റിച്ച് 25 ലക്ഷം രൂപ തട്ടിയെടുത്തപ്പോഴും സാറ് സത്യത്തിന് നിരക്കുന്നതേ ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ പാർട്ടി ആവുമ്പോ എന്ത് തോന്നിയാസം ചെയ്യാം. അത് അനുവദിച്ചിട്ടുള്ളതാണല്ലോ. ആവശ്യമാണെങ്കിൽ നാവ് എങ്ങോട്ട് വേണേലും വളയ്ക്കാം. രാഷ്ട്രീയക്കാരനായി പോയില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സമാധാനവും പറയാം. 25 ലക്ഷം രൂപ വാങ്ങിയെന്ന് സാറ് സ്വയം സമ്മതിച്ചത് സത്യം പറയാനുള്ള അതിമോഹം കൊണ്ടൊന്നുമല്ല. അതൊരു ഡിപ്ലോമാറ്റിക് ഡിഫൻസ് അല്ലേ? എന്തിന്? അതൊക്കെ ഞാൻ വഴിയെ പറയാം. കാലം കുറെ ആയില്ലേ ചേട്ടാ നമ്മൾ ഈ കയ്യിലൂത്ത് തുടങ്ങിയിട്ട്. മറ്റേ നാളത്ര ശരിയല്ല. ഒക്കെ എടുത്തോണ്ട് ശരിക്കൊന്ന് ചാമ്പിയാലോ? വൈ നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? നമ്പ്യാരിൽ അയാൾ പണം വാങ്ങിയില്ലോ എന്ന് അറിയണം. പൈസ വാങ്ങിയാൽ ഇയാളെ സമ്മതിച്ചില്ലേ? നുണ പറഞ്ഞല്ലേ വാങ്ങിയത്? That's none of our business. വരട്ടെ, മറ്റെന്തെങ്കിലും തെളിവ് കിട്ടുന്നവരെ നമുക്ക് ക്ഷമിച്ചിരിക്കാം. കേറ്. It's me. പോലീസ് എന്ന റെക്കോർഡ്സിൽ ആ കില്ലർ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നെടുത്ത ഫിംഗർ പ്രിന്റ്സിന്റെ കോപ്പി ഉണ്ടോ?
ഉണ്ട് സാർ. അതവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ ആ വീട് ഒന്നുകൂടെ പോയി സെർച്ച് ചെയ്തില്ലേ? പോലീസ് തന്ന ഫിംഗർ പ്രിന്റ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ഫിംഗർ പ്രിന്റ്സ് ഉണ്ടെങ്കിൽ എടുത്തു വെക്കണം. സാർ. ഇതൊരു സ്ത്രീയുടെ ഫിംഗർ പ്രിന്റ് തന്നെ. ആ കില്ലർ വുമന്റെ ആയിരിക്കും. ഷോ മീ ദ അതർ വൺ. ഇതൊരു പുരുഷന്റെ ആണല്ലോ. ഓക്കെ, am I right? യെസ് സാർ. അപ്പൊ ഇതാരുടെയാണ്? ഒരുപക്ഷെ അവളുടെ സഹായം മറ്റും ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരാളെ കുറിച്ച് പോലീസ് റെക്കോർഡ്സിൽ ഒരു റെഫറൻസും ഇല്ല. ഇത് രണ്ടും നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടിയതല്ലേ? അതെ സാർ. അവിടെ നിന്ന് മറ്റു വല്ല ഫിംഗർ പ്രിന്റ്സും കിട്ടിയോ? ഇല്ല സർ, പോലീസ് റെക്കോർഡ്സിലും ഈ 2 ഫിംഗർ പ്രിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് അവിടെ താമസിച്ചിരുന്ന ഹൗസ് ഓണറിനെ പറ്റിയായിരിക്കും. വാടക വരിക്കാൻ അയാൾ ആ സ്ത്രീയെ കാണാൻ മുകളിൽ ചെന്നപ്പോ പതിന്ന് മറ്റുമായിരിക്കും. നമ്മുടെ അടുത്ത് അവരുടെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടോ? ഉണ്ട് സാർ. Go and get it. You load it in the computer for detailed scan. സർ. ഇതാ കില്ലർ താമസിച്ച വാടക വീട്ടിൽ നിന്ന് കിട്ടിയ മെയിൽ ഫിംഗർ പ്രിന്റ് ആണ് സർ. Load the other one. ആ ഹൗസ് ഓണറുടെ. അപ്പൊ ആദ്യം കാണിച്ച ഫിംഗർ പ്രിന്റ്സ് വീട്ടുടമസ്ഥന്റെ അല്ല. That's confirmed. സർ. ആ കില്ലർ വുമന്റെ ഫിംഗർ പ്രിന്റ്സ് എവിടെ? Show me that. ആ ഹൗസ് ഓണറുടെ മോളില്ലേ കില്ലറുടെ കൂട്ടുകാരി? ലോഡ് ഹെർ ഫിംഗർ പ്രിന്റ്സ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ സർ. യെസ്. അപ്പോ മുകളിലത്തെ ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ ഫീമെയിൽ ഫിംഗർ പ്രിന്റ്സ് നമ്മൾ സംശയിച്ചതുപോലെ കില്ലർ വുമന്റേതല്ല, താഴത്തെ പെൺകുട്ടിയുടേതാണ്. അതെ. ആകെ അവിടെ നിന്ന് 2 ഫിംഗർ പ്രിന്റ്സ് അല്ലേ കിട്ടിയിട്ടുള്ളൂ? യെസ്, ഒന്ന് ഫീമെയിൽ ഒന്ന് മെയിൽ. ഫീമെയിൽ ഫിംഗർ പ്രിന്റ് ആരുടേതാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പൊ മെയിൽ ആരാണ് സർ? അതാരുടെയെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അത്രയും കാലം ആ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ലേഡി കില്ലറുടെ ഫിംഗർ പ്രിന്റ്സ് എവിടെ? ദാറ്റ്സ് മിസ്സിംഗ്. അത് കാണാനില്ല. So the killer is not a woman. She is a man. സ്ത്രീ വേഷം കെട്ടിയ പുരുഷൻ. And the male fingerprints belong to him, the killer. അല്ല, സാറ് പറയുന്നത് പോലെ ആ വാടക കൊലയാളി പുരുഷനാണെങ്കിൽ ആ സ്ത്രീയുടെ ചിത്രമെടുത്ത ക്യാമറ അവിടെ ഉപേക്ഷിച്ചു പോയെന്തിനാ? അന്വേഷകനെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ. ഈ നിമിഷം വരെ നമ്മളൊക്കെ ധരിച്ചിരുന്നത് കില്ലർ ഒരു സ്ത്രീയാണെന്നല്ലേ? പകൽ വെളിച്ചം പോലെ ഇങ്ങനെ ഒരു തെളിവുള്ളപ്പോ ഒരു അന്വേഷകനും മറ്റൊരു കില്ലറെ തേടി പോവില്ല. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ തേടിയാലും ഇങ്ങനെ ഒരു കില്ലർ വുമണ്ണെ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിലല്ലേ അതിന് കഴിയൂ. യെസ്, there you are. അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യവും, തെറ്റിദ്ധരിപ്പിക്കുക. അൺഫോർച്ചുനേറ്റ്ലി ഈ നിമിഷം വരെ അവരതിൽ വിജയിക്കുകയും ചെയ്തു. ഇനിയാണ് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും ദുർഘടമായ ഘട്ടം ആരംഭിക്കുന്നത്. ഈ റാസ്കലിന്റെ യഥാർത്ഥ മുഖം എന്താണ്? അവൻ ആരാണ്? ഈ ഭൂമിയിൽ എവിടെ തെരഞ്ഞാൽ അവനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇറ്റ്സ് എ ടാസ്ക്, ബട്ട് there is no other go. അവനെ കണ്ടുപിടിച്ചേ തീരൂ.